നിങ്ങൾ പല്ലിൽ കമ്പിയിട്ടിട്ടുള്ളവരാണോ? അല്ലെങ്കിൽ പല്ലിൽ കമ്പിയിടാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ പവർ ചെയിനിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് എന്താണെന്നും സാധാരണ കമ്പിയിടുന്നതിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്, ഇതിൻ്റെ ഗുണങ്ങൾ, പാർശ്വഫലങ്ങളെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഡോക്ടർ സാറ, ഡെൻ്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. സാധാരണ പല്ലിൽ കമ്പിയിടുമ്പോൾ സെപ്പറേറ്റ് ബ്രാക്കറ്റ്സ് ഓരോ പല്ലിൽ അറ്റാച്ച് ചെയ്ത് ഒരു വയർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വയർ ഓരോ ബ്രാക്കറ്റുമായി സെക്യൂർ ചെയ്യുന്നത് ഇലാസ്റ്റിക്സ് ഉപയോഗിച്ചാണ്. ഓരോ ബ്രാക്കറ്റിനും ഓരോ ഇലാസ്റ്റിക്സ് എന്ന രീതിയിലാണ് സാധാരണ ചെയ്യുന്നതെങ്കിൽ പവർ ചെയിൻ ഇതിനെയെല്ലാം ഒന്നിച്ച് കണക്ട് ചെയ്ത് കൂടുതൽ സ്ട്രോങ്ങർ ബോണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പവർ ചെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ബ്രേസസിനെ അപേക്ഷിച്ച് ഇവ കൂടുതൽ വേഗത്തിൽ പല്ലുകളെ നിരയാക്കാൻ സാധിക്കുന്നതാണ്. ബ്രേസസ് ഇട്ട് പല്ലുകളെല്ലാം നിരയാക്കിയതിന് ശേഷവും, അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാന സ്റ്റേജിൽ പല്ലുകൾക്കിടയിൽ പിന്നെയും ചെറിയ വിടവുകളുണ്ടെങ്കിൽ പവർ ചെയിൻ ഉപയോഗിച്ച് അഡീഷണൽ പ്രഷർ കൊടുത്ത് ഡെൻറ്റിസ്റ്റ് അത് അടയ്ക്കുന്നതാണ്. ഇനി ഈ പവർ ചെയിനിൻ്റെ ചില ഗുണങ്ങൾ എന്താണ് എന്നറിയാം. ഇത് പല്ലുകളിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ വേഗത്തിൽ റിസൾട്ട് ഉണ്ടാകാൻ സഹായിക്കുന്നതാണ്. മാത്രമല്ല, ഇത് ഇടാൻ എളുപ്പവും മറ്റ് ധാരാളം കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അതായത് പല്ലുകൾക്കിടയിലെ ഗ്യാപ്പുകൾ അടയ്ക്കാൻ, സ്പേസ് ഉണ്ടാക്കാൻ, വളരെ ഇടുങ്ങിയ പല്ലുകൾ നിരയാക്കാൻ, ചില പല്ലുകൾ തിരിക്കാൻ, ബൈറ്റ് കറക്റ്റ് ചെയ്യാൻ, പല്ലിൻ്റെ മിഡ് ലൈൻ കറക്റ്റാക്കാൻ തുടങ്ങിയവ. ആവശ്യങ്ങൾക്കനുസരിച്ച് പല തരത്തിലുള്ള പവർ ചെയിനുകളും ഉപയോഗിക്കാം. ഇനിയുള്ള പ്രധാന സംശയം പവർ ചെയിൻ ബ്രേസസ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അപകടങ്ങളോ സൈഡ് എഫക്ട്സോ ഉണ്ടോ എന്നുള്ളതാണ്. സാധാരണ പല്ലിൽ കമ്പിയിടുമ്പോൾ പല്ലുകൾ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ പവർ ചെയിനിലും ഉണ്ടാകുന്നത് കൊണ്ട് അഴുക്ക് കട്ട പിടിച്ച് ബാക്ടീരിയകൾ വളർന്ന് മോണയിലേക്കിറങ്ങി അണുബാധയുണ്ടാകാൻ ഇടയുണ്ട്. പലതവണ പല്ല് തേക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. മറ്റൊന്ന്, പല്ലുകളുടെ വേരുകളാണ് പല്ലിനെ എല്ലുകൾക്കിടയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ എക്സ്ട്രാ പ്രഷർ പല്ലുകളിലേക്ക് വരുന്നത് ഈ വേരുകൾക്ക് റിസോപ്ഷൻ, അതായത് പല്ലിൻ്റെ റൂട്ട് ചെറുതാകുന്ന അവസ്ഥ ഉണ്ടാകുവാനിടയുണ്ട്. എന്നാൽ ഇത് പല ആളുകളിലും കൺസേൺ ആയി വരാറില്ല. മാത്രവുമല്ല, ബ്രേസസ് ഊരിക്കഴിയുമ്പോൾ ഈ പ്രോസസ്സ് നിൽക്കുകയും ചെയ്യും. കൂടാതെ പല്ലിൽ കമ്പിയിട്ട് ഊരിക്കഴിയുമ്പോൾ പല്ലുകൾ തിരിച്ച് പഴയതുപോലെ ഷിഫ്റ്റ് ആകാനിടയുള്ളതിനാൽ ഡെൻറ്റിസ്റ്റ് നിർദ്ദേശിക്കുന്നത് പോലെ റീറ്റെയിനർ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. പവർ ചെയിൻ ബ്രേസസിനും സാധാരണ കമ്പിയിടുമ്പോഴുണ്ടാകുന്ന വേദനയും ഡിസ്കംഫർട്ടും ഓരോ മാസത്തിലുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ആവശ്യമായി വരും.